വാട്സാപ്പിൽ രഹസ്യമായിട്ട് ഒരു സുഹൃത്തിന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കൊടുക്കണം. അയക്കുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ ലഭിക്കുന്ന വ്യക്തിക്കും മാത്രമേ ഇത് മനസ്സിലാകാൻ പാടുള്ളൂ. എങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കും? ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കീബോർഡാണ്. സാധാരണ കീബോർഡിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി കീബോർഡ്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി മറ്റൊന്ന്, നമ്മളിപ്പോൾ മലയാളത്തിലുള്ള ഒരുപാട് കീബോർഡുകൾ കണ്ടിട്ടുണ്ടാകും. അതിലെല്ലാ മലയാളം വേർഡുകളും ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ കീബോർഡിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യാൻ സാധിക്കും. തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഒരുപാട് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ ഈ കീബോർഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഗാലറിയിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആയിട്ടും നിങ്ങൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ സൂക്ഷിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഞാൻ അതൊന്നും നീട്ടിപ്പരത്തി പറയുന്നില്ല. എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഒരു മലയാളി നിർമ്മിച്ച മലയാളത്തിലുള്ള ഒരു കീബോർഡാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ പല സന്ദർഭത്തിലും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഇത് ഉപയോഗിക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. പരസ്യങ്ങൾ വരുന്നെങ്കിൽ ഇവിടെ മലയാളം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കീബോർഡാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളത്തിൽ. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്പർ അടക്കം ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ? കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് വോയിസ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഷെയറിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിലേക്കും ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഈ ഒരു കീബോർഡിൽ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്കിവിടെ തന്നെ അത് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഗാലറിയിൽ നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് അസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇത് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഗാലറി പെർമിഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഏത് ഫോൾഡറിലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഫോൾഡർ തിരഞ്ഞെടുക്കുക. യൂസ് ദിസ് ഫോൾഡർ എന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളിവിടെ അലോ പെർമിഷൻ കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ ഭാഗവും ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ സേവ് കൊടുത്താൽ മതി. സേവ് കൊടുത്ത ഉടനെ തന്നെ അത് ഗാലറിയിൽ സേവ് ആകും. പരസ്യം വരുമ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഗാലറിയിൽ ഡോക്യുമെൻ്റ് എന്ന ഭാഗത്ത് നമ്മൾ സേവ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് ഇവിടെ സേവ് ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡോക്യുമെൻ്റ് റീഡർ ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എത്ര വലിയ ടെക്സ്റ്റും ഇതുപോലെ നമുക്ക് ഗാലറിയിൽ തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു കീബോർഡിൻ്റെ അകത്തുണ്ട്. ഓക്കെ, കണ്ടോ, ഇവിടെ ഞാൻ കുറച്ചേ എഴുതിയിട്ടുള്ളൂ, അത് മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, മലയാളം കീബോർഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, വോയിസ് ടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ മലയാളം വാക്കുകളും നമുക്ക് എല്ലാ കീബോർഡിലും ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു കീബോർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഭാഗത്ത് ഞാനൊരു സംഭവം ഇവിടെ വോയിസ് ടൈപ്പിംഗ് തന്നെ ചെയ്യാണ്. സഫ്വാൻ, കണ്ടോ, സഫ്വാൻ എന്ന് പറയുമ്പോൾ ഇവിടെ സഫ്വാൻ എന്നാണുള്ളത്. അതായത് സഫ് വാൻ എന്നാണ് വരേണ്ടത്. അങ്ങനെ എഴുതാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് തന്നെ നോക്കുകയാണ് അങ്ങനെ വരുന്നുണ്ടോ എന്ന്. ഈ കീബോർഡിൽ വെച്ച് തന്നെ ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യാണ്. സഫ് എന്ന് വന്നിട്ടുണ്ട്. വാ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫ്വാ എന്നാണ് വരുന്നത്. കണ്ടോ, അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതെങ്ങനെ ടൈപ്പ് ചെയ്യും? പക്ഷേ ഇതിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ താഴെ ഇടതുവശത്തായിട്ട് ഇൽ ഇർ ഇൾ എന്ന് കാണാൻ സാധിക്കും. അവിടെ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ വരും. ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്ക് ആവും. പിന്നെ നമുക്ക് വാ എന്ന ഭാഗം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സഫ് വാ എന്ന് വന്നിട്ടുണ്ട്. സഫ് വാൻ, കണ്ടോ, അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു വേർഡ് ഞാനിവിടെ എഴുതുകയാണ്. വോയിസ് ടൈപ്പിംഗ് തന്നെ ഞാനിവിടെ കൊടുക്കുകയാണ്. വസ്വാസ് എന്നാണ് ഞാനിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. വസ്വാസ്, കണ്ടോ, വസ്വാസ് എന്നാണ് വരുന്നത്, വസ്വാസ് എന്ന് വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കീബോർഡിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ കീബോർഡ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ വസ് എന്ന ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വസ് എന്ന് വന്നിട്ടുണ്ട്. വാ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ സ്വാ എന്നായി മാറുന്നുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ ലോക്കായി. പിന്നെ വാ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്പേസ് ഇടാതെ തന്നെ വസ്വാസ് എന്ന് എഴുതാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വസ്വാസാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കീബോർഡിൽ, മറ്റുള്ള കീബോർഡിൽ സാധിക്കില്ല. പക്ഷേ ഈ കീബോർഡിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, വിഷമമുള്ള എല്ലാ വേർഡുകളും മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, രഹസ്യമായിട്ടൊരു മെസ്സേജ് എങ്ങനെ അയക്കാം. ഇവിടെ എഴുതേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ടൂൾസ് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് ടെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് സീക്രട്ട് ടെക്സ്റ്റ് എൻകോഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പാസ്വേഡ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ്, ഞാനിപ്പോൾ 1 2 3 4 ആണ് കൊടുക്കുന്നത്. അതിനുശേഷം എൻകോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ആ ടെക്സ്റ്റ് ഈ രൂപത്തിലായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ തന്നെ ഒരു ഐഡിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. സംഭവം ഇവിടെ ഇങ്ങനെയായിരിക്കും ലഭിക്കുന്ന വ്യക്തിക്ക് കിട്ടുക. പുറമേ നിന്ന് നോക്കുന്ന ആർക്കും തന്നെ ഇതെന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ലഭിച്ച വ്യക്തി ഇതൊന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം അതേ കീബോർഡ് ഓപ്പൺ ആക്കുക. ആ കീബോർഡ് അവരുടെ മൊബൈലും വേണം. ആ കീബോർഡ് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കുക. ഓക്കെ, എന്നിട്ട് ആ കീബോർഡിൽ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ രൂപത്തിലായിരിക്കും വരിക. അതിനുശേഷം ടൂൾസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്പൺ സീക്രട്ട് ടെക്സ്റ്റ് ഡിക്കോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 2 3 4 ആണല്ലോ കൊടുത്തത്. അതിനുശേഷം ഡിക്കോഡ് കൊടുക്കുക. കണ്ടോ, ആ എഴുതിയത് കൃത്യമായിട്ട് മലയാളത്തിൽ വായിക്കുന്ന രൂപത്തിൽ ഈ കീബോർഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് രഹസ്യമായിട്ട് മെസ്സേജുകൾ കൈമാറാനും ഈ ഒരു കീബോർഡ് വളരെ അധികം ഉപകാരപ്രദമാണ്. ഇതിന് പുറമെ ഒരുപാട് ഓപ്ഷൻസ് ഈ കീബോർഡിൻ്റെ അകത്തുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.